അതിരുകളില്ലാത്ത ഭാവനയെ ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനമാക്കി നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന തരത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് കായംകുളം സ്വദേശി MC ഡേവിഡ്. കൊതുക് നിവാരണത്തിനായി ഇദ്ദേഹം കണ്ടുപിടിച്ച ഉപകരണങ്ങൾ ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വേറിട്ട കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ഡേവിഡ് ഒരു കാലത്ത് ഡൈനാമൈറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മാന്ത്രികനായിരുന്നു. അടുത്തറിയാം ആ ഭാവനാശാലിയെ. മുൻപ് ഒരു മാന്ത്രികനായിരുന്നു ഇദ്ദേഹം. കായംകുളം ചേരാവള്ളി കാരാമൽ വീട്ടിൽ ഡൈനാമിറ്റ് എന്ന സ്ഫോടനാത്മകമായ പേരിന്റെ അലങ്കാരമുള്ള MC ഡേവിഡ് നിത്യജീവിതത്തിലെ ചില നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന വിസ്മയകരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഡേവിഡ്. രോഗങ്ങൾ പരത്തിയും രാത്രി ശാന്തതയ്ക്ക് ഭംഗം വരുത്തിയും മനുഷ്യനെ നിരന്തരം ആക്രമിക്കുന്ന കൊതുകുകളെ തുരുത്തുവാൻ ചില കണ്ടുപിടുത്തങ്ങൾ ഇദ്ദേഹം നടത്തിയിരിക്കുന്നു. പരീക്ഷണ ഘട്ടങ്ങളിലെ പ്രായോഗിക തലത്തിൽ സമ്പൂർണ്ണ വിജയമായി മാറിയ ഈ കൊതുക് നശീകരണ ഉപകരണങ്ങൾക്ക് പേറ്റന്റും ലഭിച്ചു കഴിഞ്ഞു. ഇതാണ് ഡേവിഡ് കണ്ടുപിടിച്ച് നിർമ്മിച്ചെടുത്ത മിനി മോസ്കിറ്റോ ഫർണസ് എന്ന ഉപകരണം. വീടിന് വെളിയിൽ സ്ഥാപിക്കുന്ന ഈ ഉപകരണത്തിന് ലോഹവലകൾ ആവരണം തീർത്തിരിക്കുന്ന ഒരു പെട്ടി, ചെറിയ സോളാർ പാനൽ, ഒരു സ്റ്റാൻഡ് എന്നിവയുണ്ട്. കൊതുകിനെ ആകർഷിക്കുന്ന ലായനി രൂപത്തിലുള്ള പദാർത്ഥം പെട്ടിക്കുള്ളിലെ തട്ടിൽ വെക്കുന്നു. ഉപകരണത്തിനുള്ളിലെ നീലപ്രകാശത്തിന്റെയും ആകർഷണ വലയത്തിൽപ്പെട്ട് കൊതുകുകൾ കൂട്ടമായി ഉള്ളിലേക്ക് കയറാൻ നോക്കും. ഈ സമയം ലോഹവലയിൽ സോളാർ പാനലിൽ നിന്നുള്ള വൈദ്യുതി മൂലം സൃഷ്ടിക്കുന്ന ചെറിയ സ്പാർക്കിൽപ്പെട്ട് കൊതുകുകൾ ഒന്നൊന്നായി ചത്തൊടുങ്ങും. വീടിന്റെ മുറ്റത്തോ പൂന്തോട്ടത്തിലോ സിറ്റ് ഔട്ടിലോ ഉപകരണം സ്ഥാപിക്കാം. ഉപകരണം ഉപയോഗിച്ചാൽ ഇപ്പോഴുള്ളവയിൽ 80% കൊതുകും നശിക്കും എന്നാണ് ഡേവിഡ് പറയുന്നത്. ഇതാണ് കൊതുക് നശീകരണത്തിനായി ഡേവിഡ് കണ്ടെത്തിയ മറ്റൊരു ഉപകരണം. കാറ്റടിച്ചു കയറ്റിയ വീർപ്പിച്ച 4 ബലൂൺ സ്റ്റാൻഡുകൾ ചേർന്നാണ് ഈ ഉപകരണം. ഇവയിൽ 4 എണ്ണത്തിൽ കൂടി കൊതുകുവല വലിച്ചു കെട്ടും. കയ്യിലൊതുങ്ങുന്ന ഈ ഉപകരണം പൊതിഞ്ഞ് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏഞ്ചൽ ഷീൽഡ് എന്നാണ് ഡേവിഡ് ഇതിന് നൽകിയിരിക്കുന്ന പേര്. മാലാഖയുടെ സംരക്ഷണം എന്നർത്ഥം. ഡേവിഡിന്റെ മകളുടെ പേരും ഏഞ്ചൽ എന്ന് തന്നെയാണ്. എനിക്ക് ഇന്ത്യൻ പേരിൽ കിട്ടി. ഞാൻ ഇട്ടിരിക്കുന്ന പേര് ഏഞ്ചൽ ഷീൽഡ് എന്നാണ്. ഒരു മാലാഖയുടെ പ്രൊട്ടക്ഷൻ പോലെ നമുക്ക് പറയുന്നത്. ഈ കൊതുകുവലയാണ് നമുക്ക് ഏറ്റവും പുരാതനമായിട്ടുള്ള സംവിധാനം. പക്ഷെ ഇന്ന് ആരും ഉപയോഗിക്കുന്നില്ല. കോപ്പറേറ്റീവ് പ്രോഡക്റ്റുകൾ വന്ന് അതിനെ പരസ്യം മുഖാന്തരം ഇതിനെ ഒഴിവാക്കിയിരിക്കുകയാണ്. പക്ഷെ അത് ഭാഗികമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കൊതുകുവല. പക്ഷെ അതിനുള്ള ബുദ്ധിമുട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സർവേയിൽ ഇത് തെളിഞ്ഞതാണ്. ഇത് ഫിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇന്നില്ല. ഒന്നീ തൂക്കിയിടണം, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ സപ്പോർട്ട് ചെയ്യാം. മനസ്സിലായി? അതിൻ്റെ ഒരു പ്രതിവിധിയായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഊതി വീർപ്പിക്കാവുന്ന ഒരു ഇൻഫ്ലേറ്റബിൾ സിസ്റ്റമാണ്. മനസ്സിലായില്ല? ജസ്റ്റ് ഊതി വീർപ്പിച്ചിട്ട് അടിക്കാൻ നമ്മളൊരു ചേമ്പറുണ്ട്, അത് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇത് സ്ട്രീയായിട്ടിരിക്കും. അതിന് മുകളിൽ നമുക്ക് ഞെട്ടിട്ട് കഴിഞ്ഞാൽ കൊതുകുവലയായി. കൊതുക് നിവാരണത്തിന് ഏറ്റവും ലളിതമായ മറ്റൊരു ഉപകരണവും ഡേവിഡ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൊതുകിന്റെ പ്രധാന പ്രജനന കേന്ദ്രമാണ് വീടുകളിലെ കക്കൂസുകൾ. കക്കൂസിന്റെ വെന്റ് പൈപ്പിൽ നെറ്റ് പൊതിഞ്ഞ് ഈ ഗ്ലോബ് സ്ഥാപിച്ചാൽ കൊതുക് കടക്കുന്നതും അവയുടെ പ്രജനനവും തടയുവാനും സാധിക്കും. ഇരുമ്പ് ചട്ടക്കൂട്ടിൽ തുണി വല പൊതിഞ്ഞാണ് ഇതിന്റെ ആദ്യ രൂപം നിർമ്മിച്ചത്. ഇനിയും ലോഹവല തന്നെ ഘടിപ്പിക്കുവാനാണ് ഡേവിഡിന്റെ തീരുമാനം. കാരണം വെയിലിൽ ചൊട്ടുപൊള്ളുന്ന ലോഹവലയത്തിൽ കൂടുതൽ കൊതുകുകളെ കൊന്നെടുക്കുവാൻ കഴിയും എന്നത് തന്നെ. ഇതിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സോളാർ കൊണ്ട് ഇത് ഫംഗ്ഷൻ, ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് സോളാർ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഓപ്ഷനിലാണ്, കറണ്ട് വെച്ച് പ്രവർത്തിക്കുക. തന്നെയല്ല ഇത് പുറത്താണ് വരുന്നത്. ഇന്നുള്ള ഡിവൈസുകളെല്ലാം മുറിക്കകത്ത് വെക്കുന്നതാണ്. ഒരു ചെറിയ പരിധി വരെയുള്ളത് തന്നെ ആകർഷിക്കുകയുള്ളൂ. ഇതാണെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് മാസ് ഡിസ്ട്രക്ഷനാണ്. ഇത് കൊതുകിനെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം നമ്മൾ ഈ ബോക്സിൽ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ സ്മെല്ല് ക്രിയേറ്റ് ചെയ്യണം. ഹ്യൂമിഡിറ്റി വേണം, അതുപോലെ മോയ്സ്ചർ വേണം, സ്മെല്ലുണ്ടാകും. ഇതെല്ലാം ഉണ്ടെങ്കിൽ കൊതുക് ആകർഷിക്കും. ലൈറ്റ് വേണം. ഈ ഘടകങ്ങളെല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെയിനായിട്ടുള്ള കൊണ്ടുവന്നിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഈ മോസ്കിറ്റോ ഫർണസ് എന്നാണ്. ഒരു ഫർണസായിട്ട് ആക്ട് ചെയ്യുകയാണ്. കൊതുകിനെ ആകർഷിച്ചിട്ട് അതിന് സൈഡ് 2 നെറ്റുണ്ട്. അവിടെ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇലക്ട്രിക്യൂട്ട് ചെയ്ത് ഇതങ്ങ് വേണമായിട്ട് പോകും. അതുകൊണ്ടാണ് ഫർണസ് എന്നുള്ള പേര് ഇരിക്കുന്നത്. ഇതിൻ്റെ തന്നെ മറ്റൊരു ചെറിയ വേഷം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ഫലപ്രദമാണ്. നമ്മുടെ വീടുകളിലെ സെപ്റ്റി ടാങ്കാണ് ഈ കൊതുക് ഫാക്ടറി എന്ന് പറയാം. നമുക്ക് ഞാൻ എൻ്റെ വീട്ടിൽ അനുഭവം കൊണ്ട് പറയാം. കാര്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഒന്നുമില്ലായിരുന്നു. ഈ പൈപ്പിന് മുകളിൽ കൂടെ ഇത് സുഖമായിട്ട് വരികയും പോവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൊതുകിൻ്റെ ശല്യം രൂക്ഷമായപ്പോൾ ഞാനൊരു ഐഡിയ ഡെവലപ്പ് ചെയ്തു. സിമ്പിളായിട്ടുള്ളത്. ഇപ്പം നമ്മൾ മുനിസിപ്പാലിറ്റിയൊക്കെ നെറ്റിട്ട് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെ ആരും ഇത് കെയർ ചെയ്തില്ല. ഇതിങ്ങനെ പറഞ്ഞു പോകും. മനസ്സിലായില്ലേ? ഇതിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു ചെറിയ ഗ്ലോബ്, ഒരു
ഇരുമ്പുകൊണ്ടുണ്ടായ സ്ട്രക്ചറും അതിൻ്റെ മേളിൽ നമ്മൾ ഈ പൊതുവല തന്നെ പൊതിയാം. മനസ്സിലായി? അതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നല്ല പെർസെൻറ്റേജ് പൊതു കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഞാനത് ആ തുണിക്ക് പകരം ഇപ്പം നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെഷ്, മനസ്സിലായല്ലോ, അതുകൊണ്ട് കവർ ചെയ്യാം. സ്റ്റീൽ ഒരു ഗ്ലോബ്, ഒരു 7 ഇഞ്ച് ഡയമീറ്ററുള്ള ഒരു ഗ്ലോബ്, നാട്ടിൽ ഒരു ക്ലിപ്പിട്ട് മുഴുവൻ സിമ്പിൾ പണിയാണ്. ഈ സംഭവം ഒരു ഫർണസായിട്ടാക്കി വേല് കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിനങ്ങ് പഠിക്കും. മനസ്സിലായല്ലോ? അപ്പം കൊതു അകത്തുനിന്ന് വരുന്നത് ടച്ച് ചെയ്ത് അതും ചാകും, പുറത്തുള്ള അകത്ത് തീർന്നു പോകും, അതും ചാകും. ഡേവിഡിന്റെ കണ്ടുപിടുത്തങ്ങൾ കൊതുക് നിവാരണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതാണ് എമർജൻസി എസ്കേപ്പ് സിസ്റ്റം. വലിയ കെട്ടിടങ്ങളിൽ അപകടത്തിൽപ്പെടുന്നവരെ നൊടിയിടയിൽ താഴെ എത്തിക്കുന്ന സംവിധാനമാണിത്. കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന സ്ലൈഡിംഗ് റൈഡിന്റെ സാങ്കേതിക വിദ്യ പരിഷ്കരിച്ചാണ് ഡേവിഡ് ഈ സംവിധാനം രൂപപ്പെടുത്തിയത്. ഈ കണ്ടുപിടുത്തത്തെക്കുറിച്ച് പത്രത്തിൽ വന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞർ ഉപകരണം കണ്ടു മനസ്സിലാക്കുവാൻ ഡേവിഡിന്റെ വീട്ടിലെത്തിയിരുന്നു. പേറ്റന്റ് ലഭിച്ചിട്ടുള്ള ഈ ഉപകരണം വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുവാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം. ഭൗമപ്രപഞ്ചത്തിലെ നിഗൂഢ ശക്തിയായ ഗുരുത്വാകർഷണ ബലത്തെ വൈദ്യുതി ഉൽപാദനത്തിന് ഉപയോഗിക്കുകയാണ് ഡേവിഡ് വികസിപ്പിച്ചെടുത്ത മറ്റൊരു ഉപകരണമായ ഇതിൽ. ഗുരുത്വാകർഷണ ബലം മൂലം പൈപ്പിലൂടെ താഴേക്ക് പതിക്കുന്ന ഗോളങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അൾട്ടർനേറ്ററിനെ പ്രവർത്തിപ്പിക്കുന്നു. പേറ്റന്റ് ലഭിച്ചിരിക്കുന്ന ഈ ഉപകരണ സംവിധാനത്തിന് ഇദ്ദേഹം നൽകിയിരിക്കുന്ന പേര് എനർജി പ്രൊഡക്ഷൻ എനിവെയർ എനിടൈം എന്നാണ്. ജ്വലന ഇന്ധനങ്ങൾ ആവശ്യമില്ല എന്നതും പൂർണ്ണമായി യാന്ത്രികോർജം മാത്രമേ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ എന്നതും ഇതിന്റെ സവിശേഷതയാണ്. നിർമ്മാണ കരാറുകാരനായിരുന്ന ഡേവിഡ് ഒരു വേള ഭ്രമാത്മകമെന്ന് തോന്നാവുന്നതും എന്നാൽ അപാരമായ പ്രായോഗിക സാധ്യതയുള്ളതുമായ ഭാവനകളാണ് യാഥാർത്ഥ്യമാക്കുന്നത്. ഈ ഭാവനകൾ വികസിക്കുന്നതിന് ഇദ്ദേഹത്തിലെ മാന്ത്രികൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് താനും. എനർജി പ്രൊഡക്ഷൻ എനിവെയർ എനിടൈം എന്നുള്ളതാണ് ഞാൻ ഇതിന്റെ പേര്. ഇപ്പൊ ഇന്ന് നിലവിലുള്ള സംവിധാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് വേണം, അല്ലെങ്കിൽ മഴ വേണം, അല്ലെങ്കിൽ വെയിൽ വേണം. ഇതെല്ലാം കോൺസ്റ്റന്റ് അല്ല, കുറയുന്നതാണ് അല്ലേ? മഴയില്ലാതെ വരാം, വെയിലില്ലാതെ വരാം, കാറ്റില്ലാതെ വരാം. പക്ഷെ ഇതിൽ നിന്ന് വിപരീതമായിട്ടൊരു പ്രതിഭാസം നമ്മുടെ ഭൂമുഖത്തുണ്ട്. ഇന്ന് അതാരും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. നമുക്കറിയാം തെങ്ങുന്നൊരു തേങ്ങ വീഴുമ്പോൾ ഉള്ള ഫോഴ്സ്, താഴെ വീഴുമ്പോൾ. ഒരിക്കൽ ഞാനത് കണ്ടേയും കാരണം ഈ വീട്ടിൽ തേങ്ങ വിട്ട് കെട്ടുന്ന സമയത്ത് ഇവിടെ നിൽക്കുകയായിരുന്നു, വരാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ തേങ്ങ വെട്ടുമ്പോൾ തെറിച്ച് ആ ലോകം മൊത്തം തെറിച്ചു. ഒരു തേങ്ങ എൻ്റെ അടുത്തും വന്നു. എൻ്റെ മനസ്സിൽ വന്നു എന്തുമാത്രം പവറുണ്ട് ഇതിന് പിന്നിൽ, എന്തുകൊണ്ടത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതാണ് എന്നെ പ്രചോദിപ്പിച്ച ഒരു ഘടകം. ബഹ്റിൻ, ഖത്തർ എന്നിവിടങ്ങളിലെ നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ഡേവിഡ് തന്റെ കണ്ടുപിടുത്തങ്ങളുമായി മുഴുകി കഴിയുകയാണിപ്പോൾ. സഹോദരിയും കുടുംബവുമൊത്താണ് ഡേവിഡ് ജീവിക്കുന്നത്. ഭാര്യ ജെയിൻ ഏതാനും വർഷം മുമ്പ് മരണമടഞ്ഞു. മകൾ ഏഞ്ചൽ ഖത്തറിൽ ജോലി ചെയ്യുന്നു. മകൻ ഡേവിഡ്സൺ എഞ്ചിനീയറാണ്. മകളും മകനും മരുമകൻ ഗിരീഷും ഡേവിഡിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. മാന്ത്രിക ജീവിതകാലത്ത് ഡേവിഡ് അറിയപ്പെട്ടിരുന്നത് ഡൈനാമെറ്റ് എന്നായിരുന്നു. ഡൈനാമിക് എക്സ്പ്ലോഷൻ ഓഫ് ട്രൂത്ത് എന്നാണ് ഡേവിഡ് ഇതിന് നൽകുന്ന വിശദീകരണം. കണ്ടുപിടുത്തങ്ങളുമായി മുഴുകിയപ്പോൾ ഡൈനാമെറ്റ് ഇന്നൊവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായി സംരംഭത്തിന്റെ പേര്. താൻ വികസിപ്പിച്ചെടുത്ത ഉപകരണങ്ങൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കുവാനാണ് ഡേവിഡ് തീരുമാനിച്ചിരിക്കുന്നത്.